വെൽക്കം ടു സെറ. നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഒക്കെ പഠിച്ചിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതൊക്കെ പഠിച്ചിരിക്കുമ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായിട്ട് റിലേറ്റഡ് ആയിട്ട് അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ വരുന്ന ഒരാളുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ജനറ്റിക് ഡ്രിഫ്റ്റ്. അതും കൂടെ പഠിച്ചിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ആവില്ല. സോ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം കഴിഞ്ഞ് ഇനി അടുത്തത് വരുന്നതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്, ജീൻ ഫ്ലോ, സ്പീസിയേഷൻ. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗുമാണ്. അപ്പോൾ ഈ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റ്ലി ലാർജ് പോപ്പുലേഷൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു ലാർജ് പോപ്പുലേഷൻ ഇഫ് ദർ ഇസ് റാൻഡം മേറ്റിംഗ് ഹാപ്പനിങ് അങ്ങനെ അങ്ങനെയാണ് വേറെ എവല്യൂഷണറി ഫോഴ്സസ് ഒന്നും അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജീൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ അലിയൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദേ വിൽ ബി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ജനറേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു നാച്ചുറൽ പോപ്പുലേഷൻ എന്ന് പറയുന്നവർ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും ഇത്ര വലുതായിരിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാ നാച്ചുറൽ പോപ്പുലേഷൻസും ദേ ആർ ഫൈനൈറ്റ് ഇൻ സൈസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം നമ്മൾ പറയുകയാണെങ്കിൽ ദേ ആർ വെരി ക്വൈറ്റ് സ്മോൾ. അപ്പോൾ ഈ സ്മോൾ പോപ്പുലേഷൻസിൽ റാൻഡം ലോസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, അലീൽസ് ഉണ്ടാവും പ്രസന്റ് ഇൻ ദം. എന്നിട്ട് എന്ത് ചെയ്യും, അലീൽ ഫ്രീക്വൻസിയിൽ ലാർജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഒരു ജനറേഷനിൽ ഒരു ഫ്രീക്വൻസി ഓഫ് പർട്ടിക്കുലർ അലീൽ നോർമൽ റേഞ്ചിനേക്കാൾ ഫാർ ബിയോണ്ട് പോവുകയാണെങ്കിൽ വേറൊരു പർട്ടിക്കുലർ ജനറേഷനിൽ എത്തുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ നോർമൽ റേഞ്ചിന് വളരെ കുറവായി ലോസായി അത് ലോസ്റ്റായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലക്ച്വേഷൻ ഇൻ അലീൽ ഫ്രീക്വൻസീസ് ഇൻ സ്മോൾ പോപ്പുലേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ ആർ നോൺ ഡയറക്ഷണൽ random fluctuations in allele frequency in gene pool that are happening in small population occurring by chance and not in adaptive directions. അതായത് ഒരു സ്മോൾ പോപ്പുലേഷൻ നമ്മൾ എടുക്കുക. ഞാൻ ആദ്യം തന്നെ ഈ ഒരു കോൺസെപ്റ്റ് പറയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കുറേ സ്ലൈഡ്സിൽ ഞാൻ ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നു. അപ്പോൾ ഒരു സ്മോൾ പോപ്പുലേഷൻ ആണ്. സോ ദേ വിൽ ബി ഹാവിങ് മെനി അലീൽസ്. അതിൽ അലീൽസിന് എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ളൊരു ചേഞ്ചസ് കാരണം ചില അലീൽസ് ലോസ്റ്റ് ആവും, വേറെ ചില അലീൽസ് ഫിക്സ്ഡ് ആവും. ഓക്കെ, ചില അലീൽസ് ലോസ്റ്റ് ആവും, ചില അലീൽ ഫിക്സ്ഡ് ആവും. അപ്പം ഇവർക്കറിയില്ല ഏത് അലീലാണ് ഇവർ ഫിക്സ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഹാംഫുൾ അലീലാണോ ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ അലീലാണോ ഫിക്സ് ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല. സോ എവറി അലീൽ ഇസ് ഹാവിങ് എ 50% ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഫിക്സ്ഡ് ആൻഡ് 50% ചാൻസ് ഓഫ് ഗെറ്റിംഗ് ലോസ്റ്റ്. ഇപ്പം നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള, അതായത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഫേവറബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ വേണ്ട ഒരു പർട്ടിക്കുലർ ട്രെയ്റ്റ് ആണെന്ന് വിചാരിക്കും. ആ ട്രെയ്റ്റ് പക്ഷേ ജനറ്റിക് ഡ്രിഫ്റ്റ് കാരണം ലോസ്റ്റ് ആയി പോകാനും സാധ്യതയുണ്ട്. അതിന് പകരം അവിടെ ആ ഒരു സിറ്റുവേഷനിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരു അലീലാവും മേ ബി ഫിക്സ്ഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് അറിയില്ല. ദിസ് ഇസ് വെരി നോൺ ഡിറക്ഷണൽ ആയിട്ട് നമുക്കൊന്നും എന്താ പറയുക പ്രീ ഡയറക്റ്റഡ് ആയിട്ടുള്ളൊരു വേ ഒന്നും നടക്കുന്നില്ല. സോ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്ന് റാൻഡം ആയിട്ടുള്ള ചേഞ്ചസ് നടന്ന് ഒരു സ്മോൾ പോപ്പുലേഷൻസിൽ അലീൽ ഫ്രീക്വൻസി ചേഞ്ച് ആവുക. ആ അലീൽ ഫ്രീക്വൻസി ചേഞ്ച് ആയിട്ട് വൺ അലീൽ ഗെറ്റ് ഫിക്സ്ഡ് ആൻഡ് ദ അലീൽസ് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആൻഡ് വിത്തൗട്ട് എനി പ്രീ ഡിറക്ഷൻ. അതായത് ആരാണ് എന്താണ് ഫിക്സ്ഡ് ആവുന്നതെന്ന് ആർക്കും ഒന്നും അറിയില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ഇത് കണ്ടുപിടിച്ച ആളാണ് സീവോൾ റൈറ്റ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് പറയുന്നു, സീവോൾ റൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ജനറ്റിക് ഡ്രിഫ്റ്റിൽ ചില ഹാംഫുൾ അലീൽസിൻ്റെ ഫ്രീക്വൻസി നന്നായി കൂടാം, റയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് അലീൽസ് ലോസ്റ്റ് ആയി പോകാനും ചാൻസ് ഉണ്ട്. ഈ അലീൽ ഫ്രീക്വൻസിക്ക് വരുന്ന ചേഞ്ചിനാണ് നമ്മൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. ഓക്കെ, അപ്പോൾ ഈ ജനറ്റിക് ഡ്രിഫ്റ്റിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ജനറ്റിക് ഡ്രിഫ്റ്റ് ആസ് എ സാമ്പിളിംഗ് എറർ. അതായത് സപ്പോസ് നമ്മൾ നോക്കുക, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് അലീൽ ഫ്രീക്വൻസിയിൽ വരുന്ന ചേഞ്ചസ് ആണെന്ന് പറഞ്ഞു. വേരിയബിൾ സാമ്പിളിംഗ് നടക്കുന്നുണ്ട് ജീൻ പൂളിൽ. അതായത് ഒരു ജനറേഷൻ ടു അടുത്ത ജനറേഷൻ പോകുമ്പോൾ ജീൻ പൂളിൽ സാമ്പിളിംഗ് എറേഴ്സ് സംഭവിക്കുന്നുണ്ട്. ഈ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് നടക്കാം. അതായത് ഒരു മെയിൽ ഗ്യാമറ്റ് ഒരു ഫീമെയിൽ ഗ്യാമറ്റ് ഫ്യൂസ് ടുഗെദർ ടു ഫോം, അതൊരു ചാൻസ് ഫിനോമിനൻ അല്ലേ. അപ്പോൾ എന്താണ്, അലീൽ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് 1 or few copies of an allele may not be present in the gametes to fuse to form zygote. അതായത് ഒരു പാരന്റൽ പോപ്പുലേഷനിൽ നിന്നും അത് ഗാമറ്റ്സ് ഉണ്ട്. ഇപ്പം സ്പേമും ഉണ്ടാവും, എഗ്ഗും ഉണ്ടാവും. അപ്പോൾ സ്പേമിൻ്റെ അകത്ത് വേണ്ട അലീൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എഗ്ഗിൻ്റെ അകത്ത് വേണ്ട അലീൽ ഉണ്ടാവില്ല. അപ്പോൾ അവർ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓസ്പ്രിങ്സിനും ആ അലീൽ ഉണ്ടാവില്ല. അങ്ങനെ അല്ലെങ്കിൽ ഓർഗാനിസം റീപ്രൊഡക്റ്റീവ് ഏജിൽ എത്തുന്ന ഓർഗാനിസത്തിന് ആ അലീൽ ഉണ്ടാവില്ല. ആൻഡ് ഓർഗാനിസം വിത്ത് എ പർട്ടിക്കുലർ അലീൽ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഏജേ എത്തില്ല. അങ്ങനത്തെ കുറേ സാമ്പിളിംഗ് എറേഴ്സ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ജനറ്റിക് ഡ്രിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കാരണം കൊണ്ട് അലീൽ ഫ്രീക്വൻസി മാറുന്നുണ്ട്. സ്മോൾ പോപ്പുലേഷനിലാണ് ഏത് അലീലാണ് ഫിക്സ് ആവുന്നത്, ഏത് അലീലാണ് ലോസ്റ്റ് ആവുന്നത് എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തേത് റാൻഡം ഫ്ലക്ച്വേഷൻ ഇൻ അലീൽ ഫ്രീക്വൻസി.
കാരണം ജനറ്റിക് ഡ്രിഫ്റ്റ് കാരണം അലീൽ ഫ്രീക്വൻസിക്ക് ചേഞ്ച് സംഭവിക്കുന്നുണ്ട് റാൻഡംലി ഓവർ ടൈം. കാരണം ജനറ്റിക് ഡ്രിഫ്റ്റ് കാരണം ഒരു ഫ്രീക്വൻസി ഓഫ് എൻ അലീൽ ഒരു ഇയർ കൂടും, ബട്ട് സബ്സീക്വൻറ്റ് ഇയർ അത് കുറയും. ഈ ഒരു ചേഞ്ച് ഫ്രം ഇയർ ടു ഇയർ എന്ന് പറയുന്നത് എന്താണ്? വെരി അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഡിറക്ഷണലായ, നോൺ അഡാപ്റ്റീവായ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അൺലൈക്ക് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ എൻവയൺമെൻറ്റിൽ എനിക്ക് ജീവിക്കാൻ വേണം, അതിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റീവായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ ഫോർവേഡ് കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു നാച്ചുറൽ സെലക്ഷൻ പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പോൾ ബെറ്റർ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആണെങ്കിൽ പോലും ദാറ്റ് ഈസ് ഹാവിങ് എ 50% ചാൻസ് ഓഫ് ഗെറ്റിംഗ് ലോസ്റ്റ്. ഓക്കെ, അതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് പറയുന്നത്. അതായത് മറ്റേ ലാർജ് പോപ്പുലേഷൻ ആയിരുന്നു ജനറ്റിക് ഡ്രിഫ്റ്റ്, സ്മോൾ പോപ്പുലേഷൻ ആയിരുന്നു. ഇനി ജനറ്റിക് ഡ്രിഫ്റ്റ് ടെൻഡ് ടു റിഡ്യൂസ് ജനറ്റിക് വേരിയബിലിറ്റി. അതായത് നോർമലി സ്മോൾ പോപ്പുലേഷൻസിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് കാരണം ജീൻ ഫ്രീക്വൻസീസ് എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്യും ഫ്രം വൺ അലീൽ ടു ദ അതർ. അതായത് ഒരു അലീൽ, ഇപ്പോൾ 2 അലീൽ ഉണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഈ ഒരു അലീൽ ലോസ്റ്റ് ആയി പോയി എന്ന് വിചാരിച്ചപ്പോൾ ആ ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ ഇപ്പോൾ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലീൽ മാത്രമാണ് അവരിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും എന്ത് അലീൽ മാത്രമേ ഉണ്ടാവുള്ളൂ? സ്മോൾ ലെറ്റർ അലീൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മോർ ഹെട്രോസൈഗസിൽ നിന്നും കൂടുതൽ ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ഈ ജനറ്റിക് ഡ്രിഫ്റ്റ് ലീഡ് ചെയ്യും. ഈ ഹെട്രോസൈഗസ് ജീൻ പേഴ്സ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആയി മാറും. സോ ഐദർ ഡോമിനൻ്റ് ആയാലും റെസസീവ് ആയാലും. ആൻഡ് ഇറ്റ് മീൻസ് ദാറ്റ് ഈ ജനറ്റിക് ഡ്രിഫ്റ്റ് ജനറ്റിക് വേരിയബിലിറ്റീനെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. കാരണം എന്ത് സ്മോൾ പോപ്പുലേഷനിലുള്ള ജനറ്റിക് വേരിയബിലിറ്റി നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. 1 or 2 അലീൽസ് എലിമിനേറ്റ് ചെയ്തിട്ട് ഐദർ ന്യൂ അല്ലെങ്കിൽ ഓൾഡ്, അവരുടെ ഇറസ്പെക്റ്റീവായിട്ട് അവർ പുതിയതാണോ പഴയതാണോ ബെറ്റർ അഡാപ്റ്റഡ് ആണോ ഹാംഫുൾ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് ചിലതിനെ എലിമിനേറ്റ് ചെയ്ത് ദിസ് ഇസ് കോൾഡ് ആസ് ദ ഡീകേ ഓഫ് വേരിയബിലിറ്റി. നെക്സ്റ്റ് ഇസ് ജനറ്റിക് ഡ്രിഫ്റ്റ് ആൻഡ് നോൺ അഡാപ്റ്റീവ് ട്രേറ്റ്. സോ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് സർട്ടൺ അലീൽസിനെ പ്രിസർവ് ചെയ്യുന്നു, സർട്ടൺ അലീൽസിനെ എലിമിനേറ്റ് ചെയ്യുന്നു വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ ഈ അലീൽസ് എന്ന് പറയുന്നത് ഐദർ ഹാംഫുൾ ആവാം, നൈദർ ബെനിഫിഷ്യൽ ആവാം. അത് ആര് വേണമെങ്കിലും ലോസ്റ്റ് ആയി പോവാം. സോ സ്ലൈറ്റ്ലി ഹാംഫുൾ ആയ അലീൽസ് ഫിക്സ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ സർട്ടൺ ബെനിഫിഷ്യൽ അലീൽസ് ലോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദിസ് ആർ ഹാപ്പനിങ് ഇൻ സ്മോൾ പോപ്പുലേഷൻ. ആൻഡ് ദ സ്മോൾ പോപ്പുലേഷൻസിന് നോൺ അഡാപ്റ്റീവ് അല്ലെങ്കിൽ ന്യൂട്രൽ ട്രേറ്റ്സിനെ വരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് ഇസ് ജനറ്റിക് ഡ്രിഫ്റ്റ് ആൻഡ് ഡൈവേർജൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ. അതായത് ഒരു ലാർജ് പോപ്പുലേഷൻ എന്ന് പറയുന്നതിന് നമ്മൾ എടുത്ത് നോക്കുകഴിഞ്ഞാൽ ലാർജ് പോപ്പുലേഷൻസ് എന്തുണ്ട്? ഒരു ലാർജ് പോപ്പുലേഷൻ്റെ ഉള്ളിൽ സ്മോൾ സബ് പോപ്പുലേഷൻസ് ഉണ്ട്. വി കോൾ ദാറ്റ് സബ് പോപ്പുലേഷൻ ആസ് ഡീം. സോ ഇനീഷ്യലി എല്ലാ ഡീംസിനും എന്താണ് ഉണ്ടായിരുന്നത്? ഒരു കോമൺ ജീൻ പൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ദേ വർ കേപ്പബിൾ ഓഫ് ഇന്റർബ്രീഡിങ്. ഓക്കെ, സോ ബീങ് ഐസൊലേറ്റഡ് ഇൻ ടു സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് മാറുന്ന സമയത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡീംസ് എന്ത് ചെയ്യുന്നില്ല? അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജീൻ എക്സ്ചേഞ്ച് പോസിബിൾ ആവുന്നില്ല. ആൻഡ് അവരുടെ ജീൻ പൂൾസ് എന്ന് പറയുന്നത് എന്തായി? ഇങ്ങനെ isolated, and their gene pools get isolated merely by chance. ഈ ഓരോ certain ഡീംസിൽ ഒരു പർട്ടിക്കുലർ അലീലായിരിക്കും ഫിക്സ്ഡ് ആവുക, വേറെ ഡീമിൽ വേറെ അലീലായിരിക്കും ഫിക്സ്ഡ് ആവുക, വേറെ ഡീമിൽ വേറൊരു അലീലായിരിക്കും ഫിക്സ്ഡ് ആവുക. ഈ പാരലൽ പോപ്പുലേഷൻ ഒന്നുമില്ലാത്ത ഒരു സെപ്പറേറ്റ് അതായത് ഇൻ സം കേസസ് ഐസൊലേറ്റഡ് പോപ്പുലേഷൻ ഓഫ് ഡീംസ് ദേ വിൽ കം ടു പൊസസ് അൺയൂഷ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതെ, അൺയൂഷ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് that are not present in the parental population. Parental populationലേ ഇല്ലാത്ത ക്യാരക്ടർ വരെ വേണം. Then the last salient feature എന്ന് പറയുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റ്, സെയിം സാധനമായിരുന്നു. അതായത് മിയർലി ബൈ ചാൻസ് സർട്ടൺ അലീൽസ് ഇൻക്രീസ് ചെയ്യും, സർട്ടൺ അലീൽസ് ഡിക്രീസ് ചെയ്യും. കോൺസിക്വൻ്റ്ലി ഡിഫറെൻറ്റ് അലീൽസ് ആയിരിക്കും ഫിക്സ്ഡ് ആവുക, ലോസ്ഡ് ആവുക, ആൻഡ് അവരുടെ ജീൻ പൂൾസ് ഇവോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതായിരുന്നു 5th പോയിന്റ്, ജനറ്റിക് ഡ്രിഫ്റ്റ് ആൻഡ് ഡൈവേർജൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ. ഇനി 6th ഫൈനൽ പോയിന്റ് ആണ് ജനറ്റിക് ഡ്രിഫ്റ്റ് ആൻഡ് ഫിക്സേഷൻ ഓഫ് ന്യൂ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അലീലിനെ എലിമിനേറ്റ് ചെയ്യും, മറ്റതിനെ ഫിക്സ് ചെയ്യും. അതായത് വെറുതെ ഡോമിനൻ്റ് ആണോ റെസസീവ് ആണോ അഡ്വാൻറ്റേജസ് ആണോ നോൺ അഡ്വാൻറ്റേജസ് ആണോ എന്നൊന്നും നോക്കാതെ. ഇറ്റ് മീൻസ് ദാറ്റ് സ്മോൾ പോപ്പുലേഷനിൽ ഒരു പുതിയ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചാൻസ് ഉണ്ട്? 50% ചാൻസ് ഉണ്ട് ഫോർ ഗെറ്റിംഗ് ഫിക്സ്ഡ്, ആൻഡ് ദർ ഇസ് 50% ചാൻസ് ഫോർ ഗെറ്റിംഗ് ലോസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് എന്ത്? ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ ഫൗണ്ടേഴ്സ്, അല്ലെങ്കിൽ ആരാണ് ഈ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്? ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ ഫൗണ്ടേഴ്സ് എന്ന് പറയാം, അല്ലേ? അപ്പം ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പോപ്പുലേഷൻ, അതിൽ നിന്നും കുറച്ച് പേര് മാറി അതിൽ നിന്ന് ഇറങ്ങി വന്നു, അവരൊരു പുതിയ പോപ്പുലേഷനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ പുതിയ പോപ്പുലേഷനെ സെറ്റ് ചെയ്യാൻ പുറത്തിറങ്ങി വന്ന ആൾക്കാരെയാണ് നമ്മൾ ഫൗണ്ടേഴ്സ് എന്ന് വിളിക്കുക. ആൻഡ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത പോപ്പുലേഷനാണ് ഫൗണ്ടർ പോപ്പുലേഷൻ. ഞാൻ ഈ ഒരു ഇമേജ് കാണിച്ചു തരാം. സോ ദിസ് ഇസ് എ പാരന്റൽ പോപ്പുലേഷൻ. ഈ ഒരു പാരന്റൽ പോപ്പുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് ലോട്ട്സ് ഓഫ് പിങ്ക് ബട്ടർഫ്ലൈസ് ആൻഡ് 3 ഓഫ് ബ്ലാക്ക് ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ബ്രൗൺ ബട്ടർഫ്ലൈസ്. അതിൽ നിന്നും ഒരു കുറച്ച് പോപ്പുലേഷൻ മാറി, ദാറ്റ് ഇസ് 2 പിങ്ക് ആൻഡ് 3 ബ്രൗൺ അവിടെ നിന്ന് ഇറങ്ങി. So they are going to establish a new population. So those who are going to establish a new population, we call them as founders. അവരൊരു പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ that population is called as the founder population. ഇപ്പൊ നോക്കിക്കേ, പാരന്റൽ പോപ്പുലേഷനിൽ പിങ്ക് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇനി ഇവരുണ്ടായി ഫൗണ്ടർ പോപ്പുലേഷനിൽ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന ജീൻ പൂൾ, അതായത് നമ്മുടെ പാരന്റിന്റെ അതേ ജീൻ പൂൾ അങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും എന്നൊന്നുമില്ല. അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ അങ്ങ് കൊണ്ടുപോകും, അതിൽ നിന്ന് ഒരു പുതിയ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ എന്ന് പറയുന്ന പാരന്റൽ പൂളിൽ നിന്ന് അവർ ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായോ? ദിസ് ഇസ് എ കോൺസെപ്റ്റ് ഓഫ് ഫൗണ്ടർ എഫക്റ്റ്. നമുക്ക് പോയിന്റ്സ് നോക്കാം. സോ വെൻ എ ഫ്യൂ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്ന് മാറി ഒരു പുതിയ ഐസൊലേറ്റഡ് ജോഗ്രഫിക്കൽ റീജിയനിൽ പോയി അവരൊരു പുതിയ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, ദേ ആർ കോൾഡ് ആസ് ഫൗണ്ടേഴ്സ്. ആൻഡ് ഈ ഫൗണ്ടേഴ്സ് ഒരു വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവരെന്ന് പറയുന്നത് പാരന്റൽ ജീൻ്റെ ഒരു പ്രൊപ്പോർഷൻ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. സോ ഇൻ എ ബാഗ് ഫുൾ ഓഫ് 100 balls, അതിൽ നിന്ന് 50 ബ്ലൂ ഉണ്ട്, 50 ബ്ലാക്കും ഉണ്ട്. സോ ഞാൻ അതിൽ നിന്ന് 10 ബോൾ എടുക്കുമ്പോൾ ദർ ആർ ചാൻസസ് ദാറ്റ് 9 became blue and 1 became black. അല്ലേ? അപ്പൊ ഞാൻ ഇനി അതിനെ ഫെർദർ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് ആ 1 ബ്ലാക്ക് എലിമിനേറ്റഡ് ആയി ബ്ലൂ മാത്രമുള്ള ഒരു പോപ്പുലേഷനായി മാറി. അതായത് ഞാൻ എടുത്ത 50-50 ബ്ലൂ ബ്ലാക്ക് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ മാറി. അതായത് പാരന്റൽ സോഴ്സിൽ നിന്ന് മാറി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ രീതിയിലേക്ക് പോവുകയാണ്, ജീൻ പൂൾ മാറുകയാണ് ചെയ്യുന്നത്. സോ ഈ ഡിസെൻഡൻസ് ഓഫ് ദ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഫൗണ്ടർ പോപ്പുലേഷൻ. അവരുടെ അലീൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പാരന്റൽ അല്ലെങ്കിൽ സോഴ്സ് പോപ്പുലേഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താ? സാമ്പിളിങ് എറർ. നമ്മൾ ആ 100 ബോളിൽ നിന്ന് 10 ബോൾ എടുക്കുമ്പോൾ 5 ബ്ലൂ 5 ബ്ലാക്ക് നോക്കിയല്ല എടുക്കുന്നത്. വി ആർ പിക്കിംഗ് ഇറ്റ് അറ്റ് റാൻഡം. അപ്പോൾ വന്നത് എന്താ? 9 ബ്ലൂവും 1 ബ്ലാക്കും ആണ് വന്നത്. സോ എന്താ? അതൊരു സാമ്പിളിങ് എറർ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. അത് തന്നെയാണ് ഇവിടെ ഫൗണ്ടർ എഫക്റ്റിൽ നടക്കുന്നുള്ളൂ. സോ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് എ ചേഞ്ച് ഇൻ അലീൽ ഫ്രീക്വൻസി ദാറ്റ് ഒക്കർ വെൻ എ ന്യൂ പോപ്പുലേഷൻ ഇസ് എസ്റ്റാബ്ലിഷ്ഡ് in a new area and it is called as the founder effect. Okay, അപ്പോൾ അത്രയേ ഉള്ളൂ ഫൗണ്ടർ എഫക്റ്റ്. ഇതും കൂടെ നോക്കിക്കേ, ഇവിടെ ഓൾമോസ്റ്റ് നമുക്ക് ബ്രൗണും ഓറഞ്ചും ഈക്വലിൽ കാണാം. അതിൽ നിന്നൊരു ചെറിയ പോർഷൻ പോയി ഒരു പുതിയ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ഓറഞ്ച് വാസ് ഗെറ്റിംഗ് ഡോമിനേറ്റ്. സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസൊലേറ്റഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന സോഴ്സ് പോപ്പുലേഷന് ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഫ്രീക്വൻസി. അവരുടെ ജീൻസ് അല്ലെങ്കിൽ ക്രോമസോം അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചാൻസ് carried by the founders, they are having a chance of becoming established in the new population. അവർക്ക് അടുത്ത പോപ്പുലേഷനിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹൈ ഫ്രീക്വൻസി ഓഫ് സർട്ടൺ ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ ഹൈ ഫ്രീക്വൻസി കാണുകയാണെങ്കിൽ വിച്ച് മേ ബി among the due to the founder effect. അതേപോലെ തന്നെ നമുക്കൊരു ഐലൻഡ് കോളനൈസേഷൻ ഒക്കെ ഫൗണ്ടർ എഫക്റ്റ് വെച്ച് ക്ലിയർ ആയിട്ട് പറയാം. സോ എന്താണ്? ഒരു കുറച്ച് ഗ്രൂപ്പ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ഫൗണ്ടേഴ്സ്, ദേ വിൽ ഗോ ആൻഡ് എസ്റ്റാബ്ലിഷ് എ ന്യൂ പോപ്പുലേഷൻ. ഇനി ബോട്ടിൽ നെക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ വി ഡ്രൂ എ ബോട്ടിൽ. ഇങ്ങനെയാണ് ഒരു ബോട്ടിൽ നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ബോട്ടിൽ വരയ്ക്കുന്നത്. സോ ഒരു ഇനീഷ്യലി ലാർജ് പോപ്പുലേഷൻ വിത്ത് മോർ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, അവർക്ക് എന്തെങ്കിലും ഒരു ഡിസീസ് ഔട്ട് ബ്രേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കറ്റാസ്ട്രോഫ് വന്നു, ഫ്ലഡ് വന്നു, സ്റ്റോം വന്നു, ഫയർ വന്നപ്പം കുറച്ച് ഇൻഡിവിജ്വൽസേ സർവൈവ് ചെയ്തുള്ളൂ. ബാക്കി പോപ്പുലേഷൻ നന്നായിട്ട് സൈസ് റെഡ്യൂസ് ചെയ്ത് വന്നു. ഓക്കെ, ദിസ് പ്രോസസ്സസ് അല്ലെങ്കിൽ ഫിനോമിന ഇസ് കോൾഡ് ആസ് ബോട്ടിൽ നെക്ക് എഫക്റ്റ്. കുറച്ച് പേരെ അവിടെ സർവൈവ് ഉള്ളൂ. സോ ഈ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നതായിരിക്കും, ബാക്കി സർവൈവ് ചെയ്ത കുറച്ച് പേരായിരിക്കും ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ പ്രോജനൈറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന അടുത്ത ജനറേഷനിൽ കൂടാം, അല്ലെങ്കിൽ 1 or 2 ജനറേഷൻസ് കഴിഞ്ഞ് കുറയും, നമുക്കറിയില്ല. ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് ഇത് ചെറുതാവുന്ന പോലെ എന്തൊക്കെയോ കറ്റാസ്ട്രോഫ്സ് കാര്യങ്ങളോ വന്ന് പോപ്പുലേഷൻ സൈസ് നന്നായിട്ട് റെഡ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഇയർലി അല്ലെങ്കിൽ സീസണൽ ഫിനോമിനെ എന്ന് പറയുന്നത് കാരണം സർട്ടൺ ജീൻ പൂൾസിൽ നിന്ന് ലോസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം
വരണം എന്നില്ലല്ലോ, ഒരു ബോട്ടിൽ നെക്കിൽ എല്ലാം വരണം എന്നില്ല. സംഭവിക്കും, ജീൻസ് സ്ക്വീസ് ആയിപ്പോവും, അതായത് ചില ജീൻസ് എലിമിനേറ്റഡ് ആയിപ്പോവും. ഈ ഡ്രോപ്പ് ഓഫ് പോപ്പുലേഷൻ സൈസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബോട്ടിൽ നെക്ക് ഫിനോമിനൻ എന്ന് പറയാം. സോ അതിന് 2 എക്സാമ്പിൾസ് ആണ് ലെമിങ്സ് ആൻഡ് ലോക്കസ്റ്റ്. സോ ഈ ലെമിങ്സ് എന്താ ചെയ്യുക, ഒരു മൗണ്ടെയ്ൻസ്, സ്കാൻഡിവാനിയൻ മൗണ്ടെയ്ൻസിൻ്റെ മുകളിലുള്ളതാണ്, ഒരു സ്മോൾ റോഡൻസ് ആണ്. എവറി 4 years അവരുടെ പോപ്പുലേഷൻ നല്ല ഹൈ പീക്കിൽ എത്തുന്ന സമയത്ത് അവർ ഈ കോസ്റ്റൽ റീജിയനിലേക്ക് വരും. എന്നിട്ട് അവരെന്ത് ചെയ്യും, കോസ്റ്റൽ റീജിയൻസിലേക്ക് വന്ന് അവിടെയുള്ള സീയിൽ പ്ലഞ്ച് ചെയ്ത് ദേ വിൽ സ്വിം ആൻഡ് ഡൈ. ബാക്കി കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ടാവില്ലേ, ദേ വിൽ ബിക്കം ദ പ്രോജനൈറ്റേഴ്സ് ഫോർ ദ കമ്മിങ് ജനറേഷൻ. സോ അതൊരു ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് ആണ്. ലോക്കസ്റ്റ് എന്ന് പറയുന്നതും ഒരു ഫേമസ് പോപ്പുലേഷൻ ഓസിലേഷൻ എക്സാമ്പിൾ ആണ്. അതായത് അവർ ഡെസേർട്സിലാണ്, ചില ഡ്രൈ പ്ലേസസിലാണ് ഉണ്ടാവുന്നത്. അവിടെ നിന്ന് ഇൻ്റർവെൽസ് ആകുമ്പോൾ അവർ ലോങ്ങർ വിങ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ലാർജ് നമ്പേഴ്സിൽ നിന്ന് ഈ ഡെസേർട്ട് പോലെയുള്ള റീജിയൻസിൽ നിന്ന് കൾട്ടിവേറ്റഡ് ലാൻഡിലേക്ക് വരുന്നു, അവരുടെ വഴിയിലെല്ലാം കഴിച്ചിട്ട്. സോ ഓൾ ദിസ് ആർ മേക്കിംഗ്, എന്താ പറയുക, ഡിക്രീസിങ് ദെയർ പോപ്പുലേഷൻ സൈസ്. ഓക്കെ, അതാണ് ഡിക്രീസിങ് ദെയർ പോപ്പുലേഷൻ സൈസ് ആൻഡ് ദർ ഇസ് നോ ഷ്യൂരിറ്റി ദാറ്റ് അവർ എല്ലാ ജീൻ പൂളിനെയും കൊണ്ടുപോകണം. അപ്പോൾ ആദ്യത്തെ കേസിൽ നോക്കിക്കേ, ഓറഞ്ച് ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ടായിരുന്നു, എല്ലാം ഓറഞ്ച് ആയിരുന്നു ഹയർ എമൗണ്ടിൽ ഉണ്ടായിരുന്നു. ബോട്ടിൽ നെക്ക് ഇവൻറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓറഞ്ച് ഒന്നേ വന്നുള്ളൂ, ബാക്കി കൂടുതലും നമുക്ക് ഫിൽട്ടറായി കിട്ടിയത് എന്താണ്, റെഡ് ആണ്. സോ അതിൽ നിന്ന് സർവൈവ് ചെയ്ത പോപ്പുലേഷൻ, പുതിയൊരു പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ റെഡ് വാസ് ഡോമിനേറ്റിംഗ്, ദാറ്റ് ഈസ് ഹാവിങ് എൻ എൻറ്റയർ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ഒറിജിനൽ പോപ്പുലേഷൻ. അപ്പോൾ ഈ ബോട്ടിൽ നെക്ക് ഫിനോമിനയുടെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് സ്റ്റെബിങ്സ് എന്ന് പറഞ്ഞ ആൾ. സോ സ്റ്റെബിങ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ സിവിയർ ടെമ്പററി റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ സൈസ്. ആ ഒരു പോപ്പുലേഷൻ സൈസ് കുറയുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ക്രാഷ് എന്ന് പറയും. അവർ പുതിയൊരു പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് പോപ്പുലേഷൻ ഫ്ലഷ്. കുറയുന്നത് ക്രാഷും കൂടുന്നത് ഫ്ലഷും. സോ ഇതാണ് ബോട്ടിൽ നെക്ക് എഫക്റ്റ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ പോപ്പുലേഷനിൽ വരുന്നതാണ്. റാൻഡം ആയിട്ട് അലീൽ ഫ്രീക്വൻസീസ് എല്ലാം മാറും. സോ നൈദർ ഹാംഫുൾ ബെനിഫിറ്റ്സ് എന്നൊന്നും ഇല്ലാതെ തന്നെ അലീൽസ് ഫിക്സ്ഡ് ആവാനും ലോസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താ, ജനറ്റിക് ഡ്രിഫ്റ്റ് കഴിഞ്ഞാൽ ഫൗണ്ടർ എഫക്റ്റ്. അതായത് ഒരു സ്മോൾ പോപ്പുലേഷൻ വിച്ച് വി കോൾ ആസ് ഫൗണ്ടേഴ്സ്, അവരെന്ന് പറയുന്നത് പാരൻസിൻ്റെ അതേപോലത്തെ ജീൻ പൂൾ എല്ലാം ക്യാരി ചെയ്യുക. അവർ ഡിഫറെൻറ്റ്, അവരൊരു ലിമിറ്റഡ് ജീൻസ് എടുത്തിട്ട് അവർ വരും, എന്നിട്ട് അവരൊരു പുതിയ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ് ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് സംതിങ് അല്ലേ. അത് കഴിഞ്ഞാൽ ബോട്ടിൽ നെക്ക് എഫക്റ്റ്, എന്തോ ഒരു കറ്റാസ്ട്രോഫിക് ഇവൻറ്റ് നടന്നിട്ട് പോപ്പുലേഷൻ സൈസ് നന്നായിട്ട് കുറഞ്ഞൊരു ബോട്ടിലിൻ്റെ ടിപ്പ് പോലെ നമ്മൾ ആദ്യം കാണിച്ചൊരു ഇമേജ് വരും. അത് എന്തോ ഒരു ഡിസീസോ കറ്റാസ്ട്രോഫോ കാര്യങ്ങളോ വന്നിട്ട് എന്ത് ചെയ്തു, പോപ്പുലേഷൻ സൈസ് ഇത്രയും ഉണ്ടായിരുന്ന പോപ്പുലേഷൻ സൈസ് എന്തായി, ഒരു ബോട്ടിലിൻ്റെ നെക്ക് പോലെ ചെറുതായി. സോ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ആസ് എ ബോട്ടിൽ നെക്ക് ഇഫക്റ്റ്. ഓക്കെ, ഇനി എന്താണ് ജീൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ, സോ പോപ്പുലേഷൻ ഓഫ് എ സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്, പെർട്ടിക്കുലർലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ജീൻസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു എക്സ്ചേഞ്ച് ഓഫ് ജീൻസ് അമംഗ് ദ ജീൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജീൻ ഫ്ലോ എന്ന് പറയുന്നത്. സോ ജീൻ ഫ്ലോ എന്ന് പറയുന്നതാണ്, അതായത് ഒരു രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു എവല്യൂഷണറി യൂണിറ്റ് ആയിട്ട് വെക്കുന്നത്. കാരണം രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്, രണ്ട് റീജിയനിലാണ്, പക്ഷെ അവർ തമ്മിൽ ഒരു ജീൻ ഫ്ലോ ഉള്ളത് കൊണ്ടാണ് അവർ ഒറ്റ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ജീൻ ഫ്ലോ എമംഗ് ദ പോപ്പുലേഷൻസ് ആണ് ഒരു കൊഹസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ബൈൻഡിങ് ഫോഴ്സ് ദറ്റ് കീപ്സ് ടുഗെദർ ദ ജോഗ്രഫിക്കലി സെപ്പറേറ്റഡ് പോപ്പുലേഷനെ ഒരു സിംഗിൾ എവല്യൂഷണറി യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്പീഷീസ് ആയിട്ട് വെക്കാനുള്ള ഒരു കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ജീൻ ഫ്ലോ ആണ്. സോ ഈ പോപ്പുലേഷൻ ഓഫ് അല്ലെങ്കിൽ ലാർജ്ലി അല്ലെങ്കിൽ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണെങ്കിൽ അവരെ ഒന്നെങ്കിൽ ഡിസ്ക്രീറ്റ് പോപ്പുലേഷൻസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആവാം, ഓർ കണ്ടിന്യൂസ് ആയിട്ടാണ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുമ്പോൾ ഈ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ഐസൊലേറ്റഡ് ബൈ ഡിസ്റ്റൻസ്. ആ കേസിൽ ജീൻ ഫ്ലോ എന്ന് പറയുന്നത് കുറവാണ്. ഇത്രയും കാര്യങ്ങളൊന്നും നോക്കണം. അതായത് രണ്ട് പോപ്പുലേഷൻ തമ്മിൽ ദർ ഇസ് എ ഫ്ലോ ഓഫ് ജീൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് ജീൻ ഫ്ലോ. അങ്ങനെ ഒരു ജീൻ ഫ്ലോ ഉണ്ടെങ്കിൽ അവരൊരു എവല്യൂഷണറി യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ ജീൻ ഫ്ലോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോപ്പുലേഷൻ തമ്മിൽ ജീൻ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറയും. കാരണം ഇവിടുന്ന് കുറേ സാധനം അങ്ങോട്ട് എക്സ്ചേഞ്ച്ഡ് ആവുന്നുണ്ട്, അവിടുന്ന് കുറേ സാധനം ഇങ്ങോട്ട് എക്സ്ചേഞ്ച്ഡ് ആവുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടന്നിട്ട് ഓൾമോസ്റ്റ് അവരുടെ ജനറ്റിക് ഡിഫറൻസസ് നന്നായിട്ട് കുറയും. എന്നിട്ട് അവർക്ക് ജനറ്റിക് വേരിയേഷൻ വിത്തിൻ ദ പോപ്പുലേഷൻ കൂടും. മറ്റേ സ്ഥലത്തു നിന്നും കുറേ ജീൻസ് ഒക്കെ റിസീവ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വേരിയേഷൻസ് ക്രിയേറ്റഡ് ആവും. രണ്ട് പേര് തമ്മിലുള്ള ഡിഫറൻസ് കുറയും, വിത്തിൻ ദ പോപ്പുലേഷൻ വേരിയേഷൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ,
ഇനി റേറ്റ് ഓഫ് ജീൻ ഫ്ലോ, അതായത് എങ്ങനെ ഈ ജീൻ ഫ്ലോയുടെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റേറ്റ്. സോ ദ റേറ്റ് ഓഫ് ജീൻ ഫ്ലോ എമംഗ് ദ പോപ്പുലേഷൻ ഫോളോയിങ് ഫാക്ടേഴ്സിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദ പ്രൊപ്പോർഷൻ ഓഫ് ജീൻ കോപ്പീസ് എന്ന് പറയുന്നത് കൂടുതലാണ്. അതായത് പല ഇമിഗ്രേഷൻ വന്ന് ഒരുപാട് ജീൻസ് പോപ്പുലേഷൻസിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ജീൻസ് കൂടുമ്പോൾ ഒബ്വിയസ്ലി എന്ത് കൂടും? ജീൻ ഫ്ലോ കൂടും. ദെൻ റേറ്റ് ഓഫ് മൈഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ അവരുടെ ഡിസ്പേഴ്സൽ ഓഫ് ഗാമറ്റ്സ്, ലാർവ, പോളൻസ്, അതൊക്കെ ഡിസ്പേഴ്സ് ചെയ്യുന്നത് എന്താ? റേറ്റ് ഓഫ് ജീൻ ഫ്ലോനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ ആനിമൽസ് ലൈക്ക് നമ്മളുടെ ഈ ലാൻഡ് സ്നെയിൽ, ഒച്ച്, ഈ സെലമാൻഡർ, വിങ് ഇല്ലാത്ത ഇൻസെക്ട്സ്, അവരൊക്കെ ജനറലി എന്താണ്? വളരെ മെല്ലെയാണ് മൂവ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സ്മോൾ ആണ്. അങ്ങനെ ഒരു സ്മോൾ ഡിസ്റ്റിങ് പോപ്പുലേഷൻ ആയിട്ടാണ് അവരുള്ളത്. അവർക്ക് അധികം മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് ഒരു പോപ്പുലേഷൻ അടുത്ത പോപ്പുലേഷനിലോട്ട് പോകാൻ പറ്റില്ല. സോ ദർ വോണ്ട് ബി എനി സിഗ്നിഫിക്കൻറ്റ് ജീൻ ഫ്ലോ. ഇനി ജീൻ ഫ്ലോ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മൊബൈൽ ഓർഗാനിസത്തിൻ്റെ, മൊബൈൽ ഓർഗാനിസം വിച്ച് മീൻസ് ദാറ്റ് എന്താണ്? ഒരു പോപ്പുലേഷൻ അടുത്ത പോപ്പുലേഷൻ മൂവ് ചെയ്യാൻ പറ്റിയ മൊബൈൽ ഓർഗാനിസംസ് ആയിരിക്കും നമ്മുടെ മൊണാർക്ക് ബട്ടർഫ്ലൈ, മെറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് വിത്ത് പ്ലാങ്ക്ടോണിക് ലാവ. ബിക്കോസ് അവരൊക്കെ ലോങ് ഡിസ്റ്റൻസ്, ഇപ്പം ഈ മെറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് വിത്ത് പ്ലാങ്ക്ടോണിക് ലാർവയൊക്കെ ഈ മൊബൈൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വെള്ളത്തിലാണല്ലോ. അപ്പോൾ അവർ വാട്ടർ കറൻസ് ലോങ്ങർ ഡിസ്റ്റൻസ് കൊണ്ടുപോകും. അപ്പോൾ വേറെ പോപ്പുലേഷൻ്റെ അടുത്തെത്തും, അവിടെ ജീൻ ഫ്ലോ സംഭവിക്കും. അങ്ങനെ സോ ദ പാറ്റേൺ ഓഫ് ജോഗ്രഫിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻസ്, ഇവരെല്ലാം എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്? ജീൻ ഫ്ലോനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീൻ ഫ്ലോവും പറഞ്ഞു, അതായത് രണ്ട് പോപ്പുലേഷൻ തമ്മിൽ ജീൻസ് ഫ്ലോ ചെയ്യാം. ഇനി നമുക്കൊരു കോൺസെപ്റ്റിലേക്ക് വരണം. ദാറ്റ് ഈസ് കോൾഡ് എസ് സ്പീസിയേഷൻ. സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. സിംപ്ലി അത്രയേ ഉള്ളൂ, ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. സോ ഒരു പാരന്റൽ സ്പീഷീസിൽ നിന്ന് ഒരു ന്യൂ സ്പീഷീസ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഇസ് വാട്ട് വി കോൾഡ് ആസ് സ്പീസിയേഷൻ. സോ ചാൾസ് ഡാർവിൻ അവരുടെ ഒറിജിനൽ സ്പീഷീസ് എന്ന് പറഞ്ഞ ബുക്കിൽ ഈ ഒരു കംപ്ലീറ്റ് മെക്കാനിസം ഓഫ് സ്പീസിയേഷൻസ് ഒന്നും പ്രപ്പോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഏർണസ്റ്റ് മെയർ സ്പീസിയേഷൻ രണ്ട് ഫാക്ടേഴ്സിൻ്റെ മേലെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇതൊരു പോപ്പുലേഷൻ, ഇവരൊരു പോപ്പുലേഷൻ, ഇവർ തമ്മിൽ ജീൻ ഫ്ലോ ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ട് സ്പീഷീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഇവരുടെ ജീൻ പൂൾ ഐസൊലേറ്റഡ് ആയി. ഈ ജീൻ പൂളും തമ്മിൽ പ്രത്യേകിച്ച് എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു സ്പീഷീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും, ഇവർ വേറെ സ്പീഷീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ജീൻ പൂളിൻ്റെ ഉള്ളിൽ ഡൈവേർജൻസ് വരും, ഇതിൻ്റെ ഉള്ളിലും ഡൈവേർജൻസ് വരും. അപ്പോൾ ജീൻ പൂൾ ഓഫ് ദ പോപ്പുലേഷൻ തമ്മിലുള്ള ഐസൊലേഷനും അവരുടെ ഉള്ളിലുള്ള ജനറ്റിക് ഡൈവേർജൻസും ഒക്കെ കാരണമാണ് അവരെന്തായിട്ട് മാറുന്നത്? ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് 4 ടൈപ്പ് ഓഫ് സ്പീസിയേഷൻ ആണ് പറയാനുള്ളത്: എലോപാട്രിക്, പെരിപാട്രിക്, സിംപാട്രിക് ആൻഡ് പാരാപാട്രിക്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഓരോന്നിനും ഓരോ കീ ടേംസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എലോപാട്രിക്. എലോപാട്രിക് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു ടേമാണ് ജിയോഗ്രഫിക് ഐസൊലേഷൻ. എന്താണ്? ജിയോഗ്രഫിക് ഐസൊലേഷൻ. ഇപ്പം എന്തെങ്കിലും ഒരു ജിയോഗ്രഫിക് ഒരു പുഴ നടുവിൽ വന്നു, രണ്ട് പോപ്പുലേഷൻസ് ആ പുഴയുടെ അപ്പുറവുമായി. സോ അവർ തമ്മിലുള്ള ജീൻ ഫ്ലോ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ പോസിബിൾ അല്ലാതെയായി. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള എൻവയറമെൻറ്റൽ കണ്ടീഷൻസ് അവരുടെ മേലെ ഡിഫറെൻ്റ്ലി ആക്ട് ചെയ്തിട്ട് അവർ രണ്ട് ഡിഫറെൻറ്റ് പോപ്പുലേഷൻസ് ആയിട്ട്, രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ചെയ്തു. സോ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് ഓഫ് എ ഫിസിക്കലി സെപ്പറേറ്റ് പോപ്പുലേഷൻ occupying separate geographic area into a new species. This is called as speciation by geographic isolation. So അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ജോഗ്രഫിക്കൽ ബാരിയർ എടുത്ത് മാറ്റിയാൽ പോലും ആ രണ്ട് സ്പീഷീസിനും റീപ്രൊഡ്യൂസ് ചെയ്ത് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലാർജ് ഹാബിറ്റാറ്റ് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം ബൈ ഫിസിക്കൽ സ്പ്ലിറ്റിംഗ് ഓഫ് എ ലാർജ് ഹാബിറ്റാറ്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പേര്, ഫ്യൂ മെമ്പേഴ്സ്, നമ്മളെ ഫൗണ്ടർ എഫക്റ്റ് പോലെ പോയിട്ട് എന്ത് ചെയ്യും? പുതിയൊരു പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ ആ ഡൈവേർജൻസ് ഓഫ് ഫ്യൂ മെമ്പേഴ്സ് ഓഫ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് പോപ്പുലേഷൻ ടു സം ന്യൂ ഹാബിറ്ററ്റ്, അങ്ങനെ പോകുമ്പോഴും അവർ തമ്മിൽ പിന്നെ ജീൻ ഫ്ലോ ഇല്ലാതെയാവും. പിന്നെ ഈ രണ്ട് പോപ്പുലേഷൻസ് അവർ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ലിങ്ക് അത് ലോസ്റ്റ് ആയി പോയി കഴിഞ്ഞാലും എന്ത് ചെയ്യാം? എലോപാട്രിക്. അതായത് എന്തെങ്കിലും ഒരു ജോഗ്രഫിക് ഐസൊലേഷൻ അവർ തമ്മിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എലോപാട്രിക് സ്പീസിയേഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് പെരിപാട്രിക്. പെരി എന്ന് എന്താണെന്ന് നിങ്ങൾക്ക് ഓർക്കണം, പെരിഫറി എന്ന് ഓർക്കണം. ഒരു ലാർജ് പോപ്പുലേഷൻ്റെ പെരിഫറിയിൽ നിന്നും എന്ത് ചെയ്യും? ഒരു ചെറിയ പോപ്പുലേഷൻ വരും. ആ പോപ്പുലേഷൻ പോയിട്ട് എന്ത് ചെയ്യും? അടുത്തൊരു പോപ്പുലേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ പെരിഫറി എന്ന് പറയുന്ന ടേമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്.
Okay, so the origin of new species from a peripatric population that bud off from the periphery of the parental population, അതിനെ നമ്മൾ എന്തുകൂടെ വിളിക്കും? മാർജിനൽ ഐസൊലേറ്റ്സ് എന്നുകൂടെ വിളിക്കും. സോ മേയർ എന്ന് പറയുന്നത് നമ്മൾ ഫൗണ്ടർ എഫക്റ്റ് പോലെ തന്നെയാണ് പെരിപാട്രിക് സ്പീസിയേഷൻ എന്ന് പറഞ്ഞത് ആരാണ്? മേയർ ആണ്. സോ ഹിസ് ഹൈപ്പോത്തസിസ് വാസ് ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ ദാറ്റ് മെനി ബേർഡ്സ് ആൻഡ് മാമൽസ് ഇല്ലേ, അവരുടെ ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈ മാർജിനൽ പോപ്പുലേഷൻ ഓൺ ദ പെരിഫറി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവരൊരു പുതിയ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ ബിക്കം എന്ത് എക്സാക്ട്ലി ഡിസ്റ്റിങ്ക്ട് ഫ്രം ദാറ്റ് ഓഫ് ദ പേരൻറ്റ്. സോ പാരന്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആയിരിക്കും അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അങ്ങനെ ഒരു ന്യൂ സ്പീഷീസ് ആയിട്ട് അവർ മാറും. സോ എലോപാട്രിക് ജോഗ്രഫിക് ബാരിയർ, പെരിപാട്രിക് പെരിഫറിയിൽ നിന്ന് ഒരു പോപ്പുലേഷൻ പോയിട്ട് പുതിയ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് പാരാപാട്രിക്. പാരാപാട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ വരും ഒരു കണ്ടിന്യൂസ് പോപ്പുലേഷനിൽ. ഇങ്ങനെ അവിടെ തമ്മിൽ കുറച്ച് ജീൻ ഫ്ലോ ഉണ്ടാവും. എന്താ പറയുക, ജോഗ്രഫിക് ബാരിയർ ഒന്നും കാര്യങ്ങളോ ഒന്നുമില്ല, ജീൻ ഫ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ തമ്മിൽ ഒരു റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ വരും. എങ്ങനെ? സോ അഡ്ജസൻ്റ് ഏരിയാസ് ആണ്, രണ്ടുപേർക്കും ഡിഫറെൻറ്റ് സെലക്റ്റീവ് പ്രഷേഴ്സ് കാര്യങ്ങളൊക്കെ വരും. സോ ഇവർ, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു മെറ്റൽ ടോക്സിസിറ്റി വന്നു. മെറ്റൽ ടോക്സിസിറ്റി വന്നപ്പോൾ മെറ്റലിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗാനിസംസ് ഉണ്ടായി, അല്ലെങ്കിൽ മെറ്റൽ ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടായി. ആൻഡ് ദർ ഹാപ്പൻ ആൻ ഓവർലാപ്പിംഗ് റീജിയൻ അറ്റ് ദ പെരിഫറി ഓഫ് ദ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ടോളറൻറ്റും ആണ്, മെറ്റൽ ഇൻടോളറൻറ്റും ആണ്. സോ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്യുക, ദാറ്റ് ഇസ് കോൾഡ് ആസ് എ പാരാപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. സോ പാരാപാട്രിക് സ്പീസിയേഷൻ നെയ്ബറിംഗ് പോപ്പുലേഷൻസിൽ ഉണ്ടാവും. സോ ദോ അവർ സെപ്പറേറ്റഡ് ആണെങ്കിൽ കൂടി അവർക്കൊരു ബോർഡർ സോൺ ഉണ്ട്. സോ മോസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് ആ ഒരു എന്താ പറയുക, അവരുടെ പോപ്പുലേഷൻ്റെ ഉള്ളിൽ തന്നെ ആണ്. നോർമലി ഇത് ഇവിടെയും മെയ്റ്റ് ചെയ്യും, ഇവിടെയും മെയ്റ്റ് ചെയ്യും. ഇവരുടെ ബോർഡർ സോൺ ഇവിടെയും മെയ്റ്റ് ചെയ്യും, ഇവിടെയും മെയ്റ്റ് ചെയ്യും. ചില ആൾക്കാർ ഇവിടെയും വന്ന് മെയ്റ്റ് ചെയ്യും, ബോർഡർ സോണിലും വന്ന് മെയ്റ്റ് ചെയ്യും. സോ ആൻഡ് ജനറ്റിക്കലി ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ ടു ഒറിജിനൽ പോപ്പുലേഷൻ. അവിടെ നിന്ന് ഒരു പാരാപാട്രിക് സ്പീസീസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ പാരാപാട്രിക് സ്പീസിയേഷൻ. ആ ഒരു ഹൈബ്രിഡ് സോൺ ഓർക്കുക നടുവിലുള്ള. നെക്സ്റ്റ് സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് ഡ്യൂ ടു ദ അപ്പിയറൻസ് ഓഫ്, ഇവർ തമ്മിൽ വരുന്നത് എന്ത് ബാരിയറാന്ന് വെച്ചാൽ ഒരു ബയോളജിക്കൽ ബാരിയർ. അതായത് അവർ തമ്മിൽ മെയ്റ്റ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി ഒരു പുതിയ ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ് ആവാൻ ബയോളജിക്കലി അവരുടെ ജീൻസ് ഇൻകോമ്പാക്റ്റബിൾ ആവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ബയോളജിക്കൽ ബാരിയേഴ്സ് ഇൻ ദി ഇൻഡിവിജ്വൽസ് ആണ് ഉണ്ടാവുന്നത്. സോ ഈ സിംപാട്രിക് അല്ലെങ്കിൽ സ്പീസിയേഷൻ റെഫേഴ്സ് ടു ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് ഡ്യൂ ടു ദ അപ്പിയറൻസ് ഓഫ് സം ബയോളജിക്കൽ ബാരിയേഴ്സ് ഇൻ ദി ഇൻഡിവിജ്വൽസ്. അതാണ് അത് റാൻഡംലി മേറ്റിംഗ് ആയിട്ടുള്ള പോപ്പുലേഷനിൻ്റെ സെയിം ജിയോഗ്രഫിക് ഏരിയ ആണ്. എന്നാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ബയോളജിക്കൽ ബാരിയേഴ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മെയ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ സെയിം ജിയോഗ്രഫിക് വേരിയേഷൻ ആണ്. ദർ ഇസ് നോ ഫിസിക്കൽ ബാരിയർ, ഒന്നും അതിൻ്റെ ഉള്ളിലില്ല. ഫിസിക്കൽ ബാരിയേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദർ ഇസ് നോ ഫിസിക്കൽ ബാരിയേഴ്സ്. സോ ഫിസിക്കൽ ബാരിയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഫിസിക്കൽ ബാരിയേഴ്സ് ജീൻ ഫ്ലോനെ തടഞ്ഞു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ സിംപാട്രിക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ബൈ പ്രിഫറൻസസ് ഓഫ് ദ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ്സ് അല്ലെങ്കിൽ നിഷസ്. അവരുടെ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ്സ് അല്ലെങ്കിൽ നിഷസിൻ്റെ പ്രിഫറൻസ് കാരണമായിരിക്കും അവർ ഐസൊലേറ്റഡ് ആവുന്നത്. അപ്പോൾ നമ്മൾ 4 സ്പീസിയേഷൻ പറഞ്ഞു. ആദ്യത്തെ എന്താ? എലോപാട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ജിയോഗ്രഫിക് ബാരിയർ. അതൊരു പോപ്പുലേഷൻ ആയിരുന്നു. ഒരു ബാരിയർ വന്നു, അവർ 2 പോപ്പുലേഷനായി മാറി. പിന്നെ നാച്ചുറൽ ഫോഴ്സസ് അവരുടെ മേലെ ഡിഫറെൻ്റ്ലി ആക്ട് ചെയ്തപ്പോൾ ഒന്ന് ഡാർക്ക് പിങ്ക് ആയി, ഒന്ന് വളരെ ലൈറ്റ് പിങ്ക് ആയി. പിന്നെ അവർ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തൊരു പുതിയ പോപ്പുലേഷനായി മാറി. ഇനി വൺസ് ഈ ബാരിയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ന്യൂ സ്പീഷീസ് ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്താണ്, അവർക്ക് ആ മെയ്റ്റ് ചെയ്ത ഓസ്പ്രിങ്സിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദേ ബിക്കം അലോപാട്രിക് സ്പീസീസ് ആണ്. ഇനി ഇതിൻ്റെ പെരിഫറിയിൽ നിന്നൊരു ചെറിയ പോപ്പുലേഷൻ പോയി അവരൊരു പുതിയ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ദാറ്റ് പോപ്പുലേഷൻ ഇസ് ഡിസ്റ്റിങ് ഫ്രം ദാറ്റ് ഓഫ് ദ പാരന്റ് പോപ്പുലേഷൻ. ദാറ്റ് ഇസ് കോൾഡ് ആസ് എ പെരിപാട്രിക് സ്പീസിയേഷൻ ഓർ സിമിലർ ടു ദാറ്റ് ഓഫ് എ ഫൗണ്ടർ എഫക്റ്റ്. ഇനി പാരാപാട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഫിസിക്കൽ സെപ്പറേഷൻ ഒന്നുമില്ല, 2 ഡിഫറെൻ്റ് ആയിട്ട് മാറും. സോ ദേ വിൽ ഡെവലപ്പ് എ ഹൈബ്രിഡ് സോൺ. സോ റേഞ്ച് ഓഫ് expansion lead to sympatric. Okay, so divergent selection even at a narrow environment discontinuity may oppose the gene flow and reproductive isolation. Sympatric എന്ന് പറഞ്ഞാൽ ലാർജ് കണ്ടിന്യൂസ് പോപ്പുലേഷൻ ആണ്. ഫിസിക്കൽ ബാരിയർ ഒന്നുമില്ല, ബയോളജിക്കൽ ബാരിയേഴ്സ് കാരണമാണ്. സോ സഡൻ ചേഞ്ച് ഇൻ എനി ജനറ്റിക് ഡിഫറൻസസോ ഒക്കെ കാരണം റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ വരും. അത് കാരണം സിംപാട്രിക് സ്പീഷീസ് ഫോം ചെയ്യും. സോ എലോപാട്രിക്
ജിയോഗ്രഫിക്, പെരിപാട്രിക് പെരിഫറിയിൽ, പാരാപാട്രിക് ആ ഹൈബ്രിഡ് സോൺ ഡെവലപ്പ് ചെയ്യുന്നത്. സിംപാട്രിക് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ബാരിയർ ആണ്, അവരൊരു കണ്ടിന്യൂസ് പോപ്പുലേഷൻ ആണ്, അവരുടെ ഇടയിൽ ഫിസിക്കൽ ബാരിയേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്തത് എന്തൊക്കെയായിരുന്നു? ജനറ്റിക് ഡ്രിഫ്റ്റ്, ബോട്ടിൽ നെക്ക്, ഫൗണ്ടർ എഫക്റ്റ്, പിന്നെ ജീൻ ഫ്ലോ നമ്മൾ പറഞ്ഞു. ഇങ്ങനെയാണ് ജീൻ ഫ്ലോ. പിന്നെ നമ്മൾ 4 ടൈപ്പ് ഓഫ് സ്പീസീസ്: എലോപാട്രിക്, പെരിപാട്രിക്, പാരാപാട്രിക് ആൻഡ് സിംപാട്രിക്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് സെഷൻ കൂടെ വരാനുണ്ട്. ദാറ്റ് ഈസ് ലൈഫ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് കമൻറ്റ് സെഷനിൽ ഡീൽ ചെയ്യാം. സോ താങ്ക് യു.